ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാ. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവർ യേശുവിനെ ഉണർത്തി. ശക്തമായ തിര പടകിനോട് ആഞ്ഞടിച്ചപ്പോൾ പടകിൽ വെള്ളം കയറാൻ തുടങ്ങി. അവർ കഴിവുള്ളവരാണ്. ഇതിനു മുൻപ് പടക് നിയന്ത്രിച്ചിട്ടുള്ളവരാണ്. ഒത്തിരി കഴിവൊക്കെ ഉണ്ടെങ്കിലും, ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും, ജീവിതത്തിൽ ഒരിക്കൽ അവരുടെ പരിചയങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അവർ വേഗം യേശുവിനെ ഉണർത്തി. ഇന്ന് പകൽ നിങ്ങളുടെ പരിചയങ്ങൾ പരാജയപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഉണർത്താൻ മറക്കരുത്. യേശു ഉണർന്നു, കാറ്റേ അടങ്ങുക എന്ന് പറഞ്ഞു. അനങ്ങാതിരിക്കുക എന്ന് കടലിനോട് പറഞ്ഞു. അവൻ പറഞ്ഞ മാത്രയിൽ കാറ്റും കടലുമൊക്കെ അനുസരിച്ചു. അവൻ പറഞ്ഞാൽ അതൊക്കെ അനുസരിക്കും. നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ നീ അവനെ ഉണർത്തണം. എത്ര ശക്തമായ മഴയും തോരുന്നൊരു സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് വന്ന് മൂടുന്നുണ്ടെങ്കിൽ ഒരു സൂര്യൻ നിങ്ങൾക്ക് വേണ്ടി ഉദിക്കാൻ പോവുകയാണ്. ഇന്നലെ ഞാൻ പ്രകൃതിയിലേക്കൊന്ന് നോക്കി. 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. രാത്രി ഇരുട്ട് വന്ന് കയറുകയാണ്. എല്ലാ മുറികളിലും വെളിച്ചം ആവശ്യമായിരിക്കുന്നത് പോലെ ഇരുട്ടിൻ്റെ കടന്നുകയറ്റം ശക്തമായിരുന്നു. 8 മണി കഴിഞ്ഞ സമയത്ത് ഒരു ടോർച്ച് കയ്യിൽ പിടിക്കാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അത്രയ്ക്ക് ഇരുട്ടിൻ്റെ കടന്നുകയറ്റം. 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങാൻ ഒരു ഭയം വരുന്നത് പോലെ എല്ലാവരും ആ അർദ്ധരാത്രി ഭയപ്പെടുകയാണ്. കൂരിരുട്ട്, കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത ഭയാനകമായ കാഴ്ചകൾ അരങ്ങേറുന്ന സമയം. എന്നാൽ രാവിലെ 6 മണിയോടടുത്തപ്പോൾ ഇന്നലെ രാത്രി ഗർജിച്ച അടക്കി വാണ ഇരുട്ടിന് ഞാൻ കണ്ടില്ല. അവനങ്ങ് വാഴുകയായിരുന്നു. പക്ഷേ രാവിലെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ അവനെ ഞാൻ കണ്ടില്ല. മോശ ഒരു വടിയിട്ടപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ മന്ത്രവാദികളിട്ട വടികൾ പാമ്പുകളായി അതിനെയൊക്കെ മോശയുടെ വടി വിഴുങ്ങിക്കളഞ്ഞതുപോലെ ദൈവം വെച്ച വ്യവസ്ഥയ്ക്കകത്ത് സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയപ്പോൾ സൂര്യൻ ഇരുട്ടിനെ വിഴുങ്ങിയതുപോലെ, പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഇരുട്ടല്ല. ഇന്ന് ഇരുട്ട് കൂടി വരുന്നത് പോലെ, അത് കൂരിരുട്ടാകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാക്ക് നിങ്ങൾ കുറിച്ചിടണം. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ദൈവം ഒരു കാലം വെച്ചിട്ടുണ്ട്. കരയാനൊരു കാലമുണ്ടെങ്കിൽ ചിരിക്കാനും ഒരു കാലമുണ്ട്.
ഈ വാക്ക് കുറിച്ചിടുക. ഇന്നത്തെ നിന്റെ വേദന നീ മറക്കും. ഈ കഷ്ടത കടന്നു പോകും. 4-ാം യാമത്തിൽ നീ തണ്ടു വലിച്ചു വലയുന്നത് കണ്ടു നിൽക്കാത്ത ഒരുവൻ, കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരുവൻ നിന്റെ പ്രശ്നത്തെ ചവിട്ടിക്കൊണ്ട് അധികാരിയായി നിന്റെ വിഷയത്തിൽ ഇടപെടും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.